മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ മത്സരത്തിൽ ന്യൂകാസലിനെതിരെ കളിച്ച പെർഫോമൻസേ അല്ല ആൻഫീൽഡിൽ ലിവർപൂളിനെതിരെ യുണൈറ്റഡ് കാഴ്ചവെച്ചത്. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ടീം ഒന്നടങ്കം മികച്ച രീതിയിൽ കളിക്കുന്നു. മികച്ച പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ് വൈസ് ആണെങ്കിലും നല്ല ചേഞ്ച്, ഹൈ ഇന്റൻസിറ്റിയോടെ കളിക്കുന്നു. അമോറിമിന്റെ ഗെയിം എന്താണോ അതിനനുസരിച്ച് താരങ്ങൾ കളിക്കളത്തിൽ ഇറങ്ങുന്നു. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഇതൊരു ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന്. ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഏകപക്ഷീയമായ മത്സരമായിരിക്കും. ആൻഫീൽഡിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് ലിവർപൂളിനെതിരെ ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന, പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളിനെ എതിരെ എന്ത് തന്ത്രങ്ങളാണ് പയറ്റാൻ പറ്റുക യുണൈറ്റഡിന്? അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു പെർഫോമൻസ് ഉണ്ടായി. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. അതുകൂടാതെ തന്നെ കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു. ഹോയ്ലൻഡിന് ഒരു സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമദിനുണ്ടായിരുന്നു മറ്റൊരു ചാൻസ്. അമദിന്റെ ഹെഡർ കറക്റ്റ് ആയില്ല. പിന്നെ അതുകൂടാതെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഒന്ന് രണ്ട് നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ മികച്ച രീതിയിൽ മിഡ്ഫീൽഡിൽ, ഉഗാർത്തെ ആണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസ് ആണെങ്കിലും കോബി മൈനോ ആണെങ്കിലും ഇവരെല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ബ്രൂണോയും ഉഗാർത്തയും ടീമിൽ തിരിച്ചെത്തിയതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഡിഫൻസിലാണെങ്കിലും ഇപ്പൊ മഗ്വയർ ഒക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. കാരണം നല്ല എനർജി കറക്റ്റായിട്ട് ടീമിലുണ്ടായിരുന്നു. അതുകൂടാതെ കൂടുതൽ സ്പേസസ് ലിവർപൂൾ താരങ്ങൾക്ക് കൊടുത്തില്ല. ലിവർപൂളിന് ശരിക്കും ഒരു 3 അവസരങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ ലഭിച്ചത്. അതിലൊന്ന് കോഡിഗോയുടെ ഒരു ഷോട്ടായിരുന്നു, അത് പുറത്തേക്ക് പോയി. പിന്നെ അതുകൂടാതെ മെക്കലിസ്റ്റർ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. മെക്കലിസ്റ്ററിന്റെ ആ ഒരു ഷോട്ട് ഒനാന സേവ് ചെയ്തു. പിന്നെ അതുകൂടാതെ തന്നെ ഗ്രേവൻ ബെർച്ചിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് 3ഉം കാര്യമായിട്ട് ലിവർപൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന ലിവർപൂളിനെ ശരിക്കും നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ അമോറിമിന്റെ ടീമിന് സാധിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തും എങ്ങനെ ഈ ഒരു റിസൾട്ട് വന്നു എന്നുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം ആ ഒരു സമയത്ത് ലിസാൻഡ്രോ സ്കോർ ചെയ്യും എന്നുള്ളത് അത് മികച്ചൊരു ഫിനിഷായിരുന്നു. ശരിക്കും സ്ട്രൈക്കർമാരൊക്കെ പഠിക്കേണ്ട, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുന്നേറ്റ നിര ശരിക്കും മാതൃകയാക്കേണ്ട ഒരു ഫിനിഷായിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഭാഗത്തു നിന്ന്. അതിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മികച്ച പാസ് ബ്രൂണോയ്ക്ക് നൽകാൻ സാധിച്ചു. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ പ്ലേയും വളരെ മികച്ചതായിരുന്നു. ആ ഒരു റിസൾട്ട് വന്നു. പിന്നീട് വീണ്ടും ഒരു ചാൻസ് മൈനോനുണ്ടായിരുന്നു, പക്ഷേ അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും 59-ാം മിനിറ്റിൽ ലിവർപൂൾ ലീഡ് എടുക്കുന്നത്. അത് കോഡി ഗാക്പോയുടെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ, അതായത് എങ്ങനെയാണ് അത് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അദ്ദേഹം കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി തന്നെ മികച്ചൊരു ഫിനിഷായിരുന്നു. മെക്കലിസ്റ്ററിന്റെ സൂപ്പർ പാസ് ആയിരുന്നു. ഡിലീറ്റിനെ മറികടന്ന്, സാധാരണമായ ഡച്ച് ടീമിലെ സാധാരണമായ ഡിലീറ്റിനെ മറികടന്ന് അത് ഗോളാക്കാൻ ഗാക്പോയ്ക്ക് സാധിച്ചു. പിന്നെ അതിനുശേഷം ആ പെനാൽറ്റി ഡിലീറ്റിന് വഴങ്ങേണ്ടി വന്നു. ഡിലീറ്റ് ശരിക്കും ഒരു ഹാർഡ് ലക്ക് ആയിരുന്നു ഈ ഒരു മത്സരം. അത് കറക്റ്റായിട്ട് സല ഗോൾ നേടുന്നു. അപ്പം 2-1 ലീഡ് വന്ന സ്ഥിതിക്ക് ഇനിയൊരു തിരിച്ചുവരവ് യുണൈറ്റഡിന് സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമായിരുന്നു. കാരണം നമുക്ക് ട്രാക്ക് റെക്കോർഡ്, സമീപകാലത്തെ മത്സരങ്ങളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുമ്പോൾ യുണൈറ്റഡ് താരങ്ങളുടെ ആ ഒരു മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു ടഫ്നെസ് അല്പം കുറവായിരിക്കും പലപ്പോഴും. പക്ഷേ തിരിച്ചു വന്നു എന്നുള്ള ഗംഭീരമായിട്ട്. ആ ഗർനാച്ചോ വന്നതിന്റെ ആ ഒരു സബ് കറക്റ്റായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. കാരണം ഗർനാച്ചോ വന്നതിന് ശേഷം ലെഫ്റ്റ് വിങ്ങിൽ ആ ഒരു നീക്കം നടക്കുന്നു. അദ്ദേഹത്തിന്റെ മികച്ചൊരു ലോ ക്രോസ് ആയിരുന്നു. ആ ക്രോസ് കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ അമദിന് സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയെങ്കിൽ അമദ് അത് വീണ്ടും തിരിച്ചു പിടിച്ച് ഗോൾ നേടി സ്കോർ 2-2 ആക്കി എന്നുള്ളതാണ്. ലിവർപൂൾ ശരിക്കും ആ ഒരു ടൈമിൽ ശരിക്കും ഒന്ന് പെർപ്ലക്സ്ഡ് ആയി. വാൻഡൈക്കിന്റെ ഒക്കെ മുഖത്ത് അത് കാണാനുണ്ടായിരുന്നു. ഒരു നീക്കം അതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പം അത് ഗോളാവുന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പൊ ശരിക്കും ലിവർപൂൾ ഒന്ന് കൈവിട്ടു പോയി ആ ഒരു സിറ്റുവേഷൻ. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ യുണൈറ്റഡ് തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ അവസാനം ഒനാനയുടെ തകർപ്പൻ സേവുകൾ ഉണ്ടായത്. ഈ മത്സരത്തിൽ ഒനാനയുടെ പെർഫോമൻസ് കിടിലനായിരുന്നു. ഫസ്റ്റ് ഹാഫിലും ഉണ്ടായിരുന്നു സേവ്. പിന്നെ ആ ഒരു ഡബിൾ സേവ് 90-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു ആ ഡബിൾ സേവ്. പിന്നെ അതിനുശേഷം ഒരു സേവ് ഉണ്ടായിരുന്നു. പിന്നെ അവസാനം മഗ്വയറിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ഗോളാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ യുണൈറ്റഡിന് വിജയിക്കാൻ കഴിയുമായിരുന്നു. അത് ഓഫ് ആണോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഓഫ് അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും കാര്യമില്ല, അത് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ചാൻസ് ആയിരുന്നു, സൂപ്പർ ചാൻസ് ആയിരുന്നു. 6 വന്നതിന് ശേഷമുള്ളൊരു നല്ലൊരു പാസ് ആയിരുന്നു. ആ പാസ് യൂട്ടിലൈസ് ചെയ്യാൻ മഗ്വയറിന് സാധിച്ചില്ല. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ മഗ്വയറിന്റെയൊക്കെ പ്രകടനം വളരെ മികച്ചത് തന്നെയായിരുന്നു. കാരണം അദ്ദേഹമൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എല്ലാ താരങ്ങളും നല്ല ഉത്തിണക്കത്തോടെ കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഇനിയും തുടരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ അമോറിം വന്നതിന് ശേഷം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ സാധിച്ചു. ഇപ്പം ലിവർപൂളിനെതിരെ വിജയത്തിന് സമാനമായ ഒരു സമനില നേടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന ലിവർപൂളിനെതിരെ ഇത്രയും മികച്ച രീതിയിൽ കളിച്ച
മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം നമുക്കിത് കുറേ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും നോക്കാം ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിക്കുമോ എന്നുള്ളത്. അതിപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ പറഞ്ഞു മത്സരശേഷം, ഞങ്ങൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ കളിക്കുന്നതാണ് പ്രശ്നം, എൻ്റെ ഭാഗത്തു നിന്നൊന്നും നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിൽ കളിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. യുണൈറ്റഡ് ഇപ്പം 13ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു ആശ്വാസമാണ്. ഇതൊരു മോറൽ ഒരു വിക്ടറി എന്ന് പറയാം. കാരണം വിജയിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു റിസൾട്ടാണ് യുണൈറ്റഡിനെ സംബന്ധിച്ച്, അതും ആൻഫീൽഡിൽ പോയി നേടാൻ സാധിച്ചു എന്നുള്ളത്. പിന്നെ ലിവർപൂളിനെ സംബന്ധിച്ച് ലിവർപൂളിന് വലിയ നഷ്ടമൊന്നുമില്ല. ശരിയാണ്, അവർ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പോയിന്റ് ടേബിളിൽ ഒന്നും കൂടെ ഡൊമിനൻ്റ് ആയി നിൽക്കായിരുന്നു. എന്നാലും ഇപ്പോഴും ഒരു മത്സരം അവരുടെ കയ്യിലുണ്ട്. ഒരു മത്സരം കുറച്ചാണ് കളിച്ചത്, അപ്പോൾ അതിൽ നിന്ന് ഇപ്പം തന്നെ 6 പോയിന്റിന്റെ ലീഡ് അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. എന്ത് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസിനെ കുറിച്ച്?